ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കറന്റ് മനുമേലാണ്, നമ്മളെ ഷോറൂമിലാണ്. അസിയാബി മോട്ടോഴ്സ് 2233. ഇപ്പോൾ 6:45 ജനുവരി 5-ാം തീയതി. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കറന്റ് നമ്മളെ കയ്യിലുള്ള ഫുൾ സ്റ്റോക്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഉള്ളിൽ ഏതൊക്കെ കാറുകളുണ്ടോ അത് മുഴുവൻ കാണിക്കും, അതിനുശേഷം പുറത്ത് കാണിക്കും. അപ്പോൾ ആദ്യം ഉള്ളിൽ നമ്മളുടെ സ്റ്റോക്ക് മുഴുവൻ കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റ് കയറി വന്നാൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മളെ കയ്യിലുള്ളത് ഒരു ബൈക്കാണ്, സൂപ്പർ ബൈക്കാണ്. അപ്രീലിന്റെ RSV4 ആണ്, 2013 മോഡല്. ഇത് ആകെ ഒമാനിൽ 3-4 വണ്ടിയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മളെ കയ്യിലുള്ള ഒരു മെഴ്സിഡീസ് ബെൻസ് ആണ്, GLE 350 വൈറ്റ് ആണ്. അതേ GLE 350 സെയിം മോഡൽ ബ്ലാക്ക് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്റീരിയറിന്റെ കളറാണ്. ഇത് ഇന്റീരിയറിന്റെ കളർ ക്രീമാണ് വരുന്നത്, അത് ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു Audi Q7 വരുന്നുണ്ട്. ഇത് 7 സീറ്റർ വെഹിക്കിൾ ആണ്. ദെൻ വി ഹാവ് എ റേഞ്ച് റോവർ സ്പോർട്ട്. ഇതിന്റെ ഇന്റീരിയറും റെഡ് ആണ് വരുന്നത്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ കളറാണ് ഇന്റീരിയർ വരുന്നത്. പിന്നെ വരുന്നത് നമ്മളെ കയ്യിലുള്ളത് റാമിന്റെ TRX ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6.2 ലിറ്റർ എഞ്ചിനാണ്, സൂപ്പർ ചാർജ്ഡ് എഞ്ചിനാണ്. 3.7 സെക്കൻഡ് കൊണ്ട് 0 to 100 എത്തുന്ന വണ്ടിയാണ്. ഇതിന്റെ ന്യൂവർ മോഡൽ ഇപ്പോൾ 2026 രണ്ടാമത് വീണ്ടും റാം ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോഴും മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. ഇത് അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് വന്നാൽ നമ്മളെ കയ്യിൽ വീണ്ടും 2 മെഴ്സിഡീസിന്റെ കാറുകളുണ്ട്. രണ്ടും GLC ആണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത് GLCന്റെ കൂപ്പയാണ്, ഇത് GLC നോർമലാണ്. രണ്ടും 300 ആണ്. ഇത് GLC കൂപ്പേ 300, ഇത് GLC 300 നോർമൽ. ഇത് വൈറ്റ്, ഇത് ബ്ലാക്ക്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ നമ്മളെ കയ്യിൽ 2 കൺവേർട്ടബിൾ വണ്ടികളുണ്ട്. ഒന്നുള്ളത് കോർവെറ്റ് ആണ്, ഷെവർലെന്റെ കോർവെറ്റ്, അമേരിക്കൻ വെഹിക്കിൾ ആണ്. ദെൻ നമ്മളെ കയ്യിലുള്ളൊരു BMW ആണ്, ഇത് ഖലീജി ആണ്. ഇത് Z4 ആണ്, BMW Z4. രണ്ടും കൺവേർട്ടബിൾ ആണ്. ദെൻ ഏറ്റവും ബാക്കിൽ നമ്മുടെ കയ്യിലുള്ളത് 2 ബിഗ് ബീസ്റ്റുകളാണ്. രണ്ടും റേഞ്ച് റോവർ വോഗ് ആണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇത് ലോങ് വീൽ ബേസ് ആണ്, ഇത് നോർമൽ ആണ്. പക്ഷെ വീണ്ടും ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് കൺവേർട്ടഡ് ആണ്. ഇത് ഏറ്റവും പുതിയ മോഡലിക്ക് കൺവേർട്ടഡ് ആണ്. അത് ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഉള്ളത്. ഇനി നമുക്ക് പുറത്തുള്ള നമ്മളെ സ്റ്റോക്ക് കാണാം. നമ്മൾ പുറത്തുള്ളത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർസാണ് നമ്മളതിൽ പുറത്തുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ഹൂണ്ടായി എലാൻഡ്ര ആണ്. ദെൻ ഇപ്പുറത്ത് കിടക്കുന്നത് ഹൂണ്ടായിന്റെ തന്നെ ആക്സെന്റ് ആണ്. ഇത് കുറച്ചുകൂടി ബെറ്റർ മൈലേജ് ആണ്, എല്ലാവർക്കും അറിയാലോ. ഹൂണ്ടായി ആക്സെന്റ് എലാൻഡ്ര നമ്മളെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി ആണ്. ദെൻ നമ്മളെ കയ്യിൽ ഒരു കിയ സെറാറ്റോ ഉണ്ട്. ഇതും കുറച്ചും കൂടി ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഓർ ആ ഒരു രീതിയിലുള്ള ഒരു കാറാണ്, ഡെയിലി ഡ്രൈവിന് പറ്റിയ കാർസാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് വന്നാൽ പിന്നെ വരുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ CLA 250 ആണ്. ഇത് എൻട്രി ലെവലാണ്, അതായത് ലക്ഷറി സെഗ്മെന്റിൽ എൻട്രി ലെവലാണ് എപ്പോഴും CLA എന്ന് പറഞ്ഞാൽ. CLA 250 ആണിത്. ബെറ്റർ മൈലേജ്, ലോവർ മെയിൻ്റെനൻസ് ഒക്കെ ഉള്ള ഒരു മെഴ്സിഡീസിന്റെ ജർമ്മൻ കാറാണ് CLA 250 എന്ന് പറഞ്ഞാൽ. ദെൻ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത്, അതിന്റെ തൊട്ട് മുകളിലുള്ളതാണ് മെഴ്സിഡീസിന്റെ C300 ആണ് വരുന്നത്, മെഴ്സിഡീസിന്റെ C ക്ലാസ് 300. ദെൻ അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഷിപ്പ് എന്ന് പറയാം, അതായത് BMWന്റെ 7 സീരീസ് ആണ്. എല്ലാവർക്കും അറിയാലോ 7 സീരീസ് അല്ലെങ്കിൽ A7 അല്ലെങ്കിൽ മെഴ്സിഡീസിലാണെങ്കിൽ S ക്ലാസ്, അതാണ് ഏറ്റവും ലക്ഷറിന്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7 സീരീസ് അതേപോലുള്ള ഒരു വണ്ടിയാണ്. ഇത് 2010 മോഡലാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇത് V6 ആണ്. V6 7 സീരീസ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് ഇതാണ്. 7 സീരീസിൽ V6 കിട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ബെറ്റർ മൈലേജ് കിട്ടും, അതേപോലെ മെയിൻ്റെനൻസും കുറച്ച് കുറയും. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നാൽ വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് ഓറിയന്റഡ് വണ്ടിയാണ്, ഹോണ്ട അക്കോർഡ് ആണിത്. പിന്നെ അതിനിപ്പുറത്ത് വരുന്നത് മസ്ദ 6 ആണ്. പിന്നെ വരുന്നത് നിസാന്റെ മാക്സിമ SV ആണിത്, അതായത് ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ലെതർ ഫിനിഷ് വരുന്ന വളരെ റയർ വണ്ടിയാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് നിസാന്റെ തന്നെ അൾട്ടിമയാണ്, ഇത് 2023 മോഡലാണ്. പിന്നെ വരുന്നത് ഹൂണ്ടായി ടെക്സൺ ആണ്. ദെൻ നമ്മളെ കയ്യിൽ വീണ്ടും നിസാന്റെ തന്നെ മാക്സിമം ഉണ്ട്. പിന്നെ വീണ്ടും ഒരു നിസാൻ മാക്സിമം ഉണ്ട്. ദെൻ വി ഹാവ് എ സ്പെഷ്യൽ കാർ. ദിസ് ഈസ് എ ഡോഡ്ജ് ചാർജർ. ഇത് 2080 മോഡലാണ്. ഇത് കുറച്ച് കുറഞ്ഞ പ്രൈസ് ടാഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, അതായത് മാർക്കറ്റിൽ ആൾറെഡി ഉള്ള പ്രൈസിനേക്കാളും കുറച്ച് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഈ വണ്ടി. ഡോഡ്ജ് ചാർജറിന്റെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് അറിയാം. അതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് ഈ കുറഞ്ഞൊരു പ്രൈസിൽ ഈ വണ്ടി നമുക്ക് തരാൻ കഴിയും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. വീണ്ടും നമ്മളെ കയ്യിൽ ഒരു അൾട്ടിമ ഉണ്ട്, അൾട്ടിമ SV ആണ്, 2019 മോഡല്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് ഒരു സ്പെഷ്യൽ കാറാണ്,
ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ്, BYD ആണ്, നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 400 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ റൺ ചെയ്യും. ഈ BYD സീകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സിറ്റി ഡ്രൈവിനൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ സിറ്റി ഡ്രൈവിന് പറ്റിയ വണ്ടിയാണ്. ഏത് ഉള്ളിലും ഇവിടെയും കൊണ്ടു നടക്കാം, പാർക്ക് ചെയ്യാനും ഈസിയാണ്. ഇത് ബ്രാൻഡ് ന്യൂ ആണ്, ബ്രാൻഡ് ന്യൂ 0 കിലോമീറ്റർ വണ്ടിയാണ് BYD സീകൾ. ദെൻ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫോർഡ് എക്സ്പെഡിഷൻ ഉണ്ട്. ഇത് ഒരു ബെസ്റ്റ് ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന്റെ പവറും അതേപോലെ ഉള്ളിൽ സ്പേഷ്യസ് ആണ്, എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഫാമിലി കാറാണ്. പോരാത്തതിന് ഇത് ഒമാൻ വക്കാല സിംഗിൾ ഓണർ വണ്ടിയാണ്. ദെൻ നമ്മളെ കയ്യിൽ ഒരു പോർഷെ കയൻ GTS ഉണ്ട്. ഇതും ഒമാൻ വക്കാലയാണ്, പക്ഷെ ഇതിന് കുറച്ച് കംപ്ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് ടാഗിൽ നിങ്ങൾക്ക് ഈ വണ്ടി, അത് പോർഷെ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാവും, അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ വർക്ക് എടുക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് ഈ വണ്ടി എടുക്കാം. ഇതെടുത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഈ വണ്ടി വളരെ കുറഞ്ഞൊരു പ്രൈസിന് നമുക്ക് തരാൻ കഴിയും. ഇനി കാണിച്ചു തരാൻ നമ്മുടെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വർക്കിൽ എടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഓൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കയ്യിൽ 2 ഫ്യൂസോ ക്യാന്തർ ഉണ്ട്. ഒന്ന് റിക്കവറി ആണ്, അതായത് റിക്കവറി വണ്ടി റിക്കവറിന്റെ, പിന്നെ ഒന്ന് ടിപ്പർ ഉണ്ട്. അത് കൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊക്കെ പറ്റും. പോരാത്തതിന് നമ്മളെ കയ്യിൽ ഒരു 5 ഷവല് റെഡിയിലുണ്ട്. നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ആർക്കെങ്കിലും ഷവല് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇനി നമ്മളെ കയ്യിൽ കുറച്ച് പിക്കപ്സ് ഉണ്ട്. ആ പിക്കപ്സ് ആണ് കാണിക്കുന്നത്. ഇത് GMCന്റെ സിയാറ 2023 മോഡലാണ്. അത് കഴിഞ്ഞ് നമ്മളെ കയ്യിലുള്ളത് ഫോർഡ് F150 ആണ്. പക്ഷെ ഇതിന് പ്രത്യേകത ഉണ്ട്. ഈ ഫോർഡ് F150 പവർ ബൂസ്റ്റ് ആണ്, അതായത് ഹൈബ്രിഡ് ടെക്നോളജി ആണ്. അതായത് കുറച്ചും കൂടി ബെറ്റർ മൈലേജും പവറും കിട്ടും. പിന്നെ പോരാത്തത് ഇത് 2024 മോഡൽ ഷവർലെന്റെ കൊളറാഡോ ആണ്. ദെൻ ഒരു വണ്ടി കാണിക്കാണ്ട്, ഈ വണ്ടി ഇന്ന് വന്നിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്. ഇത് കൊറോളയാണ്, ടയോട്ടന്റെ കൊറോളയാണ്. ഇത് ഖലീജി വണ്ടിയാണ്. അപ്പോൾ കൊറോള തപ്പി നടക്കുന്നവർക്ക് നമ്മൾ വിളിച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് നാളേക്ക് എന്തായാലും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ കറന്റ്ലി ഇവിടെ നമ്മുടെ ഷോറൂമിലുള്ള സ്റ്റോക്ക്. ഇനി യാർഡിൽ കുറച്ച് വണ്ടികളുണ്ട്, അത് നമ്മൾ പിന്നെ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഡേറ്റ് പറഞ്ഞത്. ഇപ്പോൾ കറന്റ്ലി ഡേറ്റിൽ, ഈ ഡേറ്റിൽ January 15 നമ്മളെ കയ്യിലുള്ള ഇവിടെ ഷോറൂമിൽ നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയുന്ന വണ്ടികൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടിന്റെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എനി ടൈം. അതിനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല ലൊക്കേഷൻ വരണമെങ്കിൽ മനുമേലാണ്, മനുമ മസ്കറ്റ്, നമ്മൾ നെസിൻ ഗാർഡന്റെ തൊട്ടടുത്താണ്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us through Aziabi Motors 2233 Manuma Muscat.